എത്ര നേരമായി പസി നീ ഫോണോണ്ട് കളിക്കുന്ന ഒരിക്കൽ ഉപ്പാനെ വിളിക്കാൻ താകുമോളെ. ഇപ്പൊ ഞാൻ ഇരുന്നില്ലല്ലോ ഉമ്മ, അപ്പൊക്കെ തുടങ്ങി ഉപ്പാനെ വിളിക്ക. ഉപ്പയായിരുന്നു പണിയെടുക്കലായിരിക്കും, ഇപ്പൊ വിളിക്കൊന്നും വേണ്ട. ഒരിക്ക താകണേ, ഇത്ര സമയാ പറയണ്ടേ. ഓ ഈ ഉമ്മാനെ കൊണ്ട് തോറ്റ്. എന്നാ വേ വിളിച്ചിട്ട് താ. ഹലോ ഹലോ, ചോറെല്ലാം തിന്നാ? ആ ചോറിന്ന്. എന്തുണ്ട്? സുഖം തന്നെപ്പാ. എന്തെയാ മഴയിലുണ്ടാ? മഴയുണ്ടപ്പാ. അങ്ങ് മഴയുണ്ടാ? ഇവിടെ എന്ത് മഴ, ചൂടായിരിക്കും അല്ലേ? രാത്രി എന്നാ ഭക്ഷണം കഴിക്കില്ലേ? ആ രാത്രി ഭക്ഷണം കഴിക്കലുണ്ട്. ഉമ്മ ഉപ്പനോട് അധികം സൊള്ളല്ല, ഇങ്ങോട്ട് നമുക്ക് ഉപ്പാനോട് സംസാരിക്കണം. ഓ മോക്ക് വേണം പോലും, ഓക്ക് കൊടുക്ക. എന്നാ മോക്ക് കൊടുക്ക്. ഹലോ ഉപ്പ. ആ പറ മോളെ. ഉപ്പ ആരടക്കെങ്കിലും ഒരു ഫോൺ കൊടുത്തൂടോ ഉപ്പ? മോളെ ഈ മാസം ശമ്പളം വന്നിട്ട് ഞാൻ നാട്ടിലേക്ക് അയച്ചില്ലേ. അതിനെന്നാ ഉപ്പ, അനക്ക് എന്തായാലും ഒരു ഫോൺ കൊടുത്തു വിടണം. എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും പുതിയ ഫോണാ, അനക്കേ ഉള്ളു പൊട്ടിയ ഫോണ്. മോളെ അടുത്ത ആഴ്ച ഒരാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. അതൊന്നും പറഞ്ഞാ പറ്റൂല ഉപ്പ. എന്നാ ഉമ്മ ഈ മാസം നിങ്ങൾ പൈസ ഉള്ളതല്ല അയച്ചില്ലേ? ഓള് പറയും പോലെ ഫോണ് വാങ്ങാൻ പൈസ ഉണ്ടാ നിങ്ങളെ കൈമില്? പൈസയൊന്നും ഇല്ല, ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ. ഓള് പറഞ്ഞ പോലെ തുള്ളൊന്നും വേണ്ട. ഓള് പറഞ്ഞല്ലേ, ഞാൻ നോക്കട്ടെ. ഈ ഉമ്മക്ക് എന്തിനാന്നേ? ഉപ്പ കൊടുത്തേക്കാന്ന് പറഞ്ഞല്ലേ, വല്ലാത്ത സാധനം തന്നെ ഉമ്മ. മോനെ എടുത്തു, മോനാടെ ഇല്ലേ? ആ മോനെ ഇടി ആത്തുണ്ടപ്പാ. സാദേ മോനെ, ഇതാ ഉപ്പ വിളിക്കുന്ന. ഇന്ന ഉമ്മ വിളിച്ചാ? അന്ന വിളിച്ചേ? ഇതാ ഉപ്പ വിളിക്കുന്ന മോനെ. ഹലോ ഉപ്പ. ആ മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സുഖം തന്നെ മോനെ. സുഖം തന്നെ ഇപ്പ. പിന്നെ ഉപ്പ പൈസ അയക്കുന്നോട്ട് അയക്കാൻ വണ്ടിന്റെ ഈ മാസം അയച്ചില്ലെങ്കിൽ ഒന്ന് ചെയ്യാ. ബുക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ വണ്ടി? മോനെ പൈസയൊന്നും ഇല്ല മോനെ, പൈസ എല്ലാം നാട്ടിലേക്ക് അയച്ചില്ലേ ഞാന്. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും ഉപ്പ? പർസി ആണെങ്കിൽ ഒരു ഫോണും പറഞ്ഞിട്ടുണ്ട് മോനെ, എന്താ ചെയ്യാ? ഓൾ ഫോൺ പറഞ്ഞിട്ടുണ്ടാ? ഓൾ ഫോണിൽ മേടിച്ചെടുക്കണ്ടേ? അന്റെ പൈസയും അയക്കും വണ്ടിന്റെ. നമുക്ക് ഈ മാസം വണ്ടി എടുക്കണം. ഇക്കക്കെന്നാ ഇത്രയൊരു ഉമ്മയാണ്, ഇപ്പൊ ഇക്കക്കിയായി. മര്യാദക്ക് ഉപ്പ ഞങ്ങക്ക് ഫോൺ കൊടുത്തേക്കന്നെയാ. എന്നാ ശരി ഉപ്പ, ഭയ പൈസയും അയക്ക്. എന്തെന്നാന്ന് മക്കളെ നിങ്ങൾ രണ്ടാളിങ്ങനെ ഉപ്പാനെ കഷ്ടപ്പെടുത്തുന്നു. നീയല്ല മാവുമരം പോലെ ആയില്ല, നിനക്ക് പണിക്ക് പോയിക്കൂടെ? എത്ര കാലായി ഉപ്പയാർന്ന് കഷ്ടപ്പെടുന്നു. ആയൊരു വിചാരം വേണ്ടേ നിങ്ങക്ക്? ഇബ്രാഹിം എപ്പ എത്തിയേ? ഇക്ക പറഞ്ഞിനേനു മോൻ വരുന്നുണ്ടെന്ന്. ഞാൻ ഇന്നലെ രാവിലെ വന്നു, ഞാൻക്കടിയിലോ പോവാണ്ടായിരുന്നു, അതുകൊണ്ടാ ലേറ്റ് ആയി പോയെ. ഇത് മുജീബ് തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട്. ഓ മോനിങ് കേറി ചായ കുടിച്ചിട്ട് പോയിക്കൂടെ? ചായ ഇപ്പം വേണ്ടും, മനക്കടിലോ പോവാണ്ടേ. പിന്നെ മുജീബ് ഒരു സമയം അടുത്ത മാസം വരും. ഓർക്കെന്തല്ലോ സുഖമില്ല, കുറേ ആയാലും ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടുന്നേ. എന്നാ വരുന്നേ? എന്നാ പഠിച്ചെന്നെ പറ്റിയേ, എന്നോടൊന്നും വിളിച്ചേരെ പറഞ്ഞിട്ടുമില്ലല്ലോ. ആരും ഉമ്മ വന്നേ? ഉപ്പ എടുത്തേച്ചാ ഉമ്മ ഫോണ്. ഉമ്മ ഫോണ് കിട്ടി. വേറെ ഉമ്മല്ലേ എന്നാ ഇക്കക്ക നോക്ക് ഫോണ്. നിനക്ക് ഫോൺ കിട്ടി? ആ വേറെ ചോക്ലേറ്റ് ഉണ്ടാ? ഇവക്ക് ഫോൺ കൊടുത്തയച്ചി. ഞാൻ അന്നേരം പറഞ്ഞു പൈസ അയക്കെ, ഇവക്ക് ഫോൺ മേടിക്കണ്ടെന്ന്. ഉപ്പാക്ക് ഇത് പറഞ്ഞാലും തിരിയൂല. ഇന്ന നിങ്ങക്ക് രണ്ടാക്കും ഇതല്ലേ വേണ്ടു. ഉപ്പാക്ക് സുഖമില്ലായിട്ട് നാട്ടിലേക്ക് വരുവാ പോലും ചെയ്യുന്നു. എന്താ ഉമ്മ പറയുന്നേ? ഉപ്പ നാട്ടിലേക്ക് വരാനാ? അപ്പൊ പിന്നെ നമ്മളെന്താ ചെയ്യാ? ഇക്കാക്ക ഉപ്പ നാട്ടിലേക്ക് വരുത്താ പോലും. അല്ലപ്പാ, നിങ്ങൾക്ക് ആടുന്ന് സുഖമില്ലാണ്ടായിട്ട് വല്ലാണ്ട് കഷ്ടപ്പെട്ടു പോയി അല്ലേ? നമ്മളെ വിഷമം കൊണ്ട് ആയിരിക്കൂലേ വരായിട്ടുണ്ടാവുക. പ്രവാസികളെ ജീവിതം അങ്ങനെയാണ് വാത്തോ. ഇവിടെ വരുമ്പോ നമ്മൾ നല്ല പത്രാസിൽ വരുന്നോണ്ടല്ലേ നിങ്ങൾക്കത് തോന്നാത്ത? നിങ്ങൾ ഇനി പോവാനൊന്നും നിൽക്കണ്ട. മോനെ എന്തെങ്കിലും ഒരു പണിക്ക് നമുക്ക് പറഞ്ഞേക്കാം. നമുക്കുള്ളവും കൊണ്ട് ജീവിക്കാപ്പാ, അതാ നല്ലേ. മക്കളെ വിചാരിച്ചിട്ടാ കഷ്ടപ്പെട്ടിട്ട് ഇതുവരെ അവിടെ നിന്ന്. ഇനി അതൊന്നും ആവൂല വാത്തു. മക്കളെ നമ്മളെ പോറ്റുമായിരിക്കുമല്ലേ? ഇത്ര നാൾ ഉപ്പാന്റെ പൈസയും കൊണ്ടല്ലേ ഓൻ ലാവിഷായി ജീവിച്ചില്ലേ? ഇനി എന്തെങ്കിലും പണിക്ക് പോട്ട്, എന്നിട്ട് നമ്മളെ നോക്കട്ടെ. അല്ലുപ്പ നിങ്ങൾ ഗൾഫിൽ പോകുന്നില്ല? ഞാൻ കൊറേ നേരം ഇത് കേൾക്കുന്നേ. നിങ്ങൾ അതിനെ കൂട്ടക്കല്ലോ ഉമ്മ? അതൊന്നും ശരിയാവില്ല. എങ്ങനെയെങ്കിലും ഉപ്പ പോണോ? നമ്മളെ മോളാകെ മാറിപ്പോയല്ലേ വാത്തു. ഉപ്പ ഒന്നും പറയണ്ട. എന്റെ കോളേജിലല്ലേ ഞാൻ എന്റെ ഉപ്പ ഗൾഫിലാന്നാ പറഞ്ഞിന്. എന്നിട്ട് എനക്ക് അത്ര നാണക്കെട്ടിട്ട് ഉപ്പ ഇവിടെ വന്നാലേ അതൊന്നും പറ്റൂല. ഉപ്പ എങ്ങനെയെങ്കിലും പോണം. അത് മാത്രമല്ല, ഞാൻ എല്ലാരോടും പറഞ്ഞു ഉപ്പ ഇനി പോയിട്ട് നമുക്ക് ലാപ്ടോപ്പാ കൊണ്ടുതരുവാന്ന്. എല്ലാ വർഷി നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിട്ട് തന്നെയല്ലേ ഉപ്പ 10-25 കൊല്ലം ആടുന്ന് കഷ്ടപ്പെട്ടെ. ഇനിയും നീ ഉപ്പാനോട് അങ്ങ് പോണോന്നാ പറയുന്നത്? കുറച്ചു കാലം നമ്മളൊപ്പം ഇടിയും നിക്കട്ടല്ലേ?
ഇക്കാക്കിങ് വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാം. ഓള് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. ചെക്കൻ എന്തെങ്കിലും പണിക്ക് പോട്ട്, എന്നാ പ്രായമായില്ലേ. മോനെല്ലാം വരുന്നു ആടിപ്പാടിയിട്ട്. നീ ആടി ഇരിക്ക് സാധേ, കുറച്ച് കാര്യം പറയാനുണ്ട്. എന്നാ ഉമ്മ പറയാനുള്ളേ? ഉപ്പാന്റെ സൂക്കേടലൊന്നും എനിക്കറിയില്ല മോനെ. ഇനി ഉപ്പാക്ക് ഗൾഫിലൊന്നും പോവാനാവൂല. അതുകൊണ്ട് നാളെ മുതൽ നീ എവിടെയെങ്കിലും പണിക്ക് പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. അതേ നടക്കൂ. ഉമ്മ എന്നാ പറയുന്നു ഞാൻ പണിക്ക് പോവാനാ? അനക്ക് പണിക്ക് പോകാനും കയ്യില്ലേ? അത് മാത്രല്ല, ഉപ്പ ഒരു കാര്യം ചെയ്തിട്ട് ഒരു 2 കൊല്ലം കൂടി പോയി നിക്കട്ടെ. അപ്പൊക്കെ എന്റെ പ്രശ്നങ്ങളെല്ലാം എടുത്ത് തീരും. എന്റെ വണ്ടി ബുക്ക് ചെയ്തിട്ട് അത് വേറെ വാങ്ങാൻ കഴിഞ്ഞില്ല. ഉപ്പാക്കിന് പണിയൊന്നും എടുക്കാൻ കഴിയില്ലാണ്ടായിരുന്നു മോനെ. എന്നാലും ഞാൻ ആരെങ്കിലും വിളിച്ചോക്കട്ട്, പുതിയ വിസ കിട്ടുമോ നോക്കാം. ആ മുജിക്കോ, നിങ്ങൾ തിരിച്ചു വന്നല്ലേ? നിങ്ങൾ വരൂലെന്നാ ഞാൻ വിചാരിച്ചേട്ടാ. അമീറ, നമ്മളെ ജീവിതം ഇവിടെ അവസാനിക്കോടോ. ഈ ഗൾഫ് കടന്ന് മരിക്കാനാ നമ്മളെ യോഗം. അല്ല മുജിക്ക, എത്ര വർഷമായി നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഈ ഗൾഫിൽ വന്നിട്ട്? മക്കളെല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യല്ലേ? അമീറേ, നമുക്ക് അധ്വാനിക്കാൻ കഴിയുന്ന കാലത്ത് നമ്മൾ കുറേ സമ്പാദിച്ച് എല്ലാം നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് നമുക്കൊരവശത വരുമ്പോഴേക്കും ആരുമില്ല. മുജീക്ക, നമ്മളെ പ്രവാസികളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. കുടുംബത്തിന് വേണ്ടി ഒരുക്കി ജീവിക്കൽ തന്നെ, പിന്നെ എന്താ ചെയ്യാ? അമീറേ, ഇനി വരുന്ന പ്രവാസികൾക്കെങ്കിലും നമ്മളൊരു പാടാകണം. ഇപ്പം വരുന്ന പ്രവാസികള് കിട്ടുന്നതെല്ലാം നാട്ടിലേക്ക് അയച്ചു കൊടുത്താലേ നമ്മളെ അനുഭവം ഉണ്ടാകുക. അമീറേ, നീ ഇപ്പം വന്നതല്ലേ, കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഉഷാറാകുക. ഞാൻ ഒന്ന് ചെറുങ്ങനെ കിടക്കട്ടെ. മുജിക്ക, സമയം കുറെ ആയില്ലേ? ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? മുജിക്ക, സമയം കുറെ ആയില്ലേ? എഴുന്നേൽക്കുന്നില്ലേ? ഡ്യൂട്ടിക്ക് പോണ്ടേ? മുജിക്ക, 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 പടച്ചോനെ, മുജിക്ക. ഞാൻ ഇവൻ പോയിനോളി ഫോണും വെച്ചിട്ട് എത്ര നേരമായി ഇയാള് വിളിക്കുന്നു. ആരാന്നമ്മാപ്പ? എടാ സാധ, നീ എവിടെ പോയി? നീ ഫോൺ വെച്ചിട്ട് ഫോൺ എടുക്കാതെ. എടാ എന്റെ ഉപ്പ പോയടാ. അല്ലാ,